ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ ദൈവം ഇതാ നമ്മുടെ ഹൃദയത്തിലേക്ക്, സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ഭവനത്തിലേക്ക്, സ്വർഗത്തിന്റെ ദൈവം നമ്മുടെ ജീവിത നിയോഗങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവ ചരാചരം കൂടെ ചേർന്ന് അവിടുത്തെ ആരാധിക്കാം. പൂർണ്ണമായി ആരാധിച്ച് മുൾമുടി ചൂടിയവനെ ആരാധിക്കാം. രക്തം വിയർത്തവനെ ആരാധിക്കാം. കരങ്ങൾ കൂപ്പി ആരാധിക്കാം. ഈശോ നമ്മുടെ മധ്യത്തിൽ, ഈശോ നമ്മുടെ കുടുംബത്തിൽ, ഈശോ നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുകയാണ്. ഒന്ന് നോക്കിയേ മക്കളെ, യേശുവിലേക്ക് സൂക്ഷിച്ച് നോക്കിയേ. ഈശോ നമ്മോട് പറയുന്ന വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. വളരെ ഒരു ആശ്വാസ വാക്കാണ്, ഒരു വലിയ പ്രബോധനമാണ്, ഒരു തെറ്റുതിരുത്തലാണ് ദൈവം നമുക്ക് തരുന്നത്. ശ്രദ്ധിക്കൂ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ കളിയാക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിമർശിക്കുകയാണെങ്കിൽ അവർ നമ്മിൽ നിന്ന് സാവധാനത്തിൽ അകന്നു പോകും. ശരിയല്ലേ? നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മിൽ നിന്ന് അവർ അകന്നു പോകും. മക്കളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പനും അമ്മയും എപ്പോഴും നീ പഠിക്കുന്നില്ല, നീ ജോലി ചെയ്യുന്നില്ല, നീ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ നമ്മൾ കളിയാക്കുന്നുവെങ്കിൽ, വിമർശിക്കുന്നുവെങ്കിൽ മാതാപിതാക്കന്മാരിൽ നിന്ന് മക്കൾ അകന്നു പോകും. എന്നിട്ട് ഏതെങ്കിലും സോഫ്റ്റ് കോർണറിൽ അവർ ചെന്ന് പെടും. എന്നിട്ട് അവരെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലേശിക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതൊരു ഗോൾഡൻ റൂളാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. മറ്റുള്ളവരിൽ ഉണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്ന പല ഗുണങ്ങളും നമ്മളിലുണ്ടോ? എല്ലാവരിൽ നിന്ന് നന്മ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ നല്ലത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മളിൽ ആ ഗുണസവിശേഷതയുണ്ടോ? മറ്റുള്ളവരോട് നാം മോശമായി പെരുമാറുകയും എന്നാൽ എല്ലാവരും എന്നോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് നിർബന്ധം വയ്ക്കുന്നത് ശരിയാണോ? പ്രിയപ്പെട്ട സഹോദര, സഹോദരി, പ്രിയപ്പെട്ട യുവാവേ, യുവതി, പ്രിയപ്പെട്ട പുരോഹിത, സിസ്റ്ററെ, നാം ആരെയും സഹായിക്കാതെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ശരിയാണോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈശോ പറയുന്നു, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നല്ല മക്കളെ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നല്ല മാതാപിതാക്കളാകാൻ ശ്രമിക്കാറുണ്ടോ? നല്ല വിദ്യാലയവും നല്ല അധ്യാപകരെയും നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം
നല്ല ഒരു വിദ്യാർത്ഥിയാകാൻ നീ ശ്രമിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബം, എൻ്റെ കളിസ്ഥലം, എൻ്റെ ദൈവാലയം, എൻ്റെ ഫ്രീ ടൈം, ഇവിടെയൊക്കെ ഒരു നല്ല വിദ്യാർത്ഥിയാകാൻ നീ ശ്രമിക്കാറുണ്ടോ? നല്ല ഭർത്താവിനെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം നല്ലൊരു ഭാര്യയായി തീരാൻ നീ ആഗ്രഹിക്കാറുണ്ടോ? നിൻ്റെ അടുക്കളയിൽ, നിൻ്റെ വിസിറ്റിംഗ് റൂമിൽ, നിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ, നിൻ്റെ വർക്ക് ഏരിയയിൽ ഒരു നല്ല ഭാര്യയായി തീരാൻ ഭർത്താവ് ഉള്ളപ്പോഴും ഭർത്താവില്ലാത്തപ്പോഴും ഒരു നല്ല ഭാര്യയായി തീരാൻ, നല്ലൊരു ഭർത്താവായി തീരാൻ ആഗ്രഹിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ടോ? തിന്മ വിതച്ചിട്ട് നന്മ കൊയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? തിന്മ വിതച്ചാൽ തിന്മയാണ് കൊയ്തെടുക്കാൻ സാധിക്കുക. ഒരിക്കലും ഒരു കുടുംബനാഥൻ വന്ന് പറഞ്ഞു, കുടുംബത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല ഫാദർ. കുറച്ചു നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക. ഒരൊറ്റ കരച്ചിലാണ്. ഏതൊരു കാലത്ത് ഒരു കൂട്ടുകാരനാൽ കൂട്ടിക്കൊണ്ടുപോയി അന്യദൈവ ആരാധന നടത്തുന്ന സ്ഥലത്ത് പോയി ആരാധന നടത്തിയത് പെട്ടെന്ന് അവൻ്റെ ഓർമ്മയിൽ ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുത്തി കൊടുത്തു. ഉടനെ പറഞ്ഞു, ഫാദറെ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. ഇവിടെ കുമ്പസാര ശുശ്രൂഷ നടക്കുന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചു. ഏതാനും നാളുകൾക്ക് ശേഷം വന്ന് പറഞ്ഞത്, എൻ്റെ കുടുംബം ഇപ്പോൾ രക്ഷ പ്രാപിച്ചു. ദൈവത്തോടുള്ള ബന്ധം ശരിയായി കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും കർത്താവ് ക്രമീകരിച്ചു കൊടുക്കും. എന്ത് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് ഏതെങ്കിലും മക്കൾ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധം, നല്ലൊരു കുമ്പസാരത്തിന് ശേഷം ഒരു പരിഹാര ജീവിതത്തിന് നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മുടെ ശാപങ്ങളെ എടുത്തു മാറ്റി നന്മകളെ നമ്മുടെ ജീവിതത്തിൽ കിളിർപ്പിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ധനികനോ ദരിദ്രരോ ആയിത്തീരാം. ഒരു പക്ഷേ അറിവുള്ളവരോ അറിവില്ലാത്തവനോ ആകാം. ഒരു പക്ഷേ നമ്മൾ സ്വദേശിയോ പരദേശിയോ ആയിരിക്കാം. ഒരു പക്ഷേ പരിചിതനോ അപരിചിതനോ ആയിരിക്കാം. ഒരു പക്ഷേ സ്ത്രീയോ പുരുഷനുമാകാം. ആരുമായിക്കൊള്ളട്ടെ, മനുഷ്യത്വത്തെ ആദരിക്കുകയും നിന്നാൽ പറ്റാവുന്ന നന്മ, നിന്റെ കഴിവിൻ്റെ മാക്സിമം നീ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ? നമുക്ക് വലിയ വലിയ ബിരുദങ്ങളല്ല മക്കളെ വേണ്ടത്. MA ബിരുദങ്ങളും PhD ബിരുദങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ MAN മനുഷ്യത്വം എന്ന് പറയുന്ന ബിരുദമാണ് ദിവ്യകാരുണ്യനാഥൻ നമുക്ക് തരുന്നത്. കരുണയുടെ മുഖം, സ്നേഹത്തിൻ്റെ മുഖം. ഇതിലൂടെ എന്തുമാത്രം നമുക്ക് വളരാൻ സാധിക്കും. എൻ്റെ മക്കളെ, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക. മനസ്സിൽ പോലും മറ്റൊരുവരെ പുച്ഛിക്കരുത്, കളിയാക്കരുത്. കാരണം നീ വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവിക ഛായയാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ, ദൈവങ്ങളാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും നല്ലത് ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും നല്ലത് നീ പ്രവർത്തിക്കുക. പരാതികൾ നമുക്ക് മറക്കാം. മറ്റുള്ളവർക്ക് നൽകേണ്ട പ്രോത്സാഹനം നമുക്ക് കൊടുക്കാം. അഭിനന്ദനം നമുക്ക് കൊടുക്കാം. നന്ദി നമുക്ക് കൊടുക്കാം. അങ്ങനെ ഓർമ്മയിൽ ധാരാളം നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് തയ്യാറാകാം. ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ ഒരു ആത്മീയ മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് ഈശോ വെളിപ്പെടുത്തി തന്ന 5 കാര്യങ്ങൾ. 1, തന്നേക്കാൾ താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മീയത വളരുന്നത്.
2, എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ആത്മീയ മനുഷ്യൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 3, മാതാപിതാക്കന്മാരോട്, നിൻ്റെ ജന്മം നൽകി നിന്നെ വളർത്തിയ നിൻ്റെ മാതാപിതാക്കന്മാരോട് എങ്ങനെ നീ പെരുമാറുന്നു, എങ്ങനെ നീ സംസാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിലെ ആത്മീയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 4, എന്നെ കൈപ്പിടിച്ച് വളർത്തിയ പലരുമില്ലേ? സുഹൃത്തുക്കളുണ്ടാകാം, ഗുരുഭൂതരുണ്ടാകാം, ആത്മീയ ശ്രേഷ്ഠരുണ്ടാകാം, അഭിവന്യ പിതാക്കന്മാരുണ്ടാകാം. നമ്മെ കൈപ്പിടിച്ചു വളർത്തിയവരോട് എങ്ങനെയാണ് നിന്റെ മനസ്സിൻ്റെ വികാരങ്ങളിൽ നീ പെരുമാറുന്നത് എന്ന് ഈശോയോട് നീ ചോദിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ആത്മീയ മഹത്വം നമുക്കുണ്ടായിത്തീരുന്നത്. 5, അധികാരികളോട് എങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിൻ്റെ കുടുംബത്ത് നിൻ്റെ അപ്പൻ അമ്മ നിൻ്റെ അധികാരിയാണ്. നിൻ്റെ സംഘടനയിൽ നിനക്ക് നേതൃത്വം നൽകുന്നവൻ അധികാരിയാണ്. നിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നിന്നെ നയിക്കുന്നവൻ നേതാവാണ്. അധികാരം ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ആത്മീയ മഹത്വമാണ് വർദ്ധിക്കുന്നത്. ഒരിക്കൽ കൂടി, തന്നേക്കാൾ താഴെയുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു? നിൻ്റെ രഹസ്യത്തിൽ നീ ഒറ്റയ്ക്ക് മുറിയിലായിരിക്കുമ്പോൾ നീ എങ്ങനെ പെരുമാറുന്നു? മാതാപിതാക്കന്മാരോട് എങ്ങനെ നീ വർദ്ധിക്കുന്നു? തന്നെ കൈപിടിച്ച് വളർത്തിയവരോട് എങ്ങനെ നീ പെരുമാറുന്നു? നിൻ്റെ അധികാരികളോട് എങ്ങനെ വർദ്ധിക്കുന്നു? ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ആത്മീയ മഹത്വം ഉണ്ടായിത്തീരുന്നത്. നമുക്ക് 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി നമുക്ക് മുട്ടുകൾ കുത്തി നിന്നുകൊണ്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുട്ടുകൾ കുത്തി നിൽക്കാം. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് നീ എങ്ങനെ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ല ഗുരുനാഥനോട് പ്രാർത്ഥിക്കുക. ഇതാ വചനം പറയുന്നു, നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഓ ദൈവമേ, കരങ്ങൾ ഉയർത്താം. 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് നീ നല്ല ഒരു ഓർമ്മയാണോ, അതോ ദുഃഖത്തിൻ്റെ ഓർമ്മയാണോ? മറ്റുള്ളവരുടെ മനസ്സിൽ നീ എന്താണ് വിചാരിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ച് നിന്റെ മനസ്സിലെ വികാരം ഒരു പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? ദേഷ്യം, കോപം, പ്രതികാരം, അതുപോലെ തന്നെ പ്രതികാര ചിന്ത വെച്ച് നടന്നാൽ എങ്ങനെയാണ് ദൈവം നമ്മെ പരിപൂർണതയിലേക്ക് നയിക്കുക? 2 കരങ്ങൾ ഉയർത്താം. കർത്താവിൻ്റെ ഓരോ തുള്ളി രക്തവും നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴട്ടെ. ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ വിചാരം, ദൈവത്തിൻ്റെ വികാരം നമ്മിൽ വന്ന് നിറയട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ രക്തധമനികളിലേക്ക് കർത്താവേ നീ കടന്നു വരണമേ. ഞങ്ങളുടെ ചിന്തകളിലേക്ക്, ഭാവനകളിലേക്ക് നീ കടന്നു വരണമേ. യേശുവേ, എല്ലാവരും ചേർന്ന് ചേർന്ന് പാടാം നമുക്ക്. ശിരസ്സു മുതൽ പാദം വരെ ഒഴുക്കണമേ, എന്നിൽ നിറയണമേ, പരിപൂർണനാക്കണമേ, പരിപൂർണനാക്കണമേ. വചനം പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിച്ചു. നമ്മളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ എളിയവരല്ലേ? ഹൃദയം പൊട്ടി ഒന്ന് കരയാറുണ്ടോ കർത്താവിൻ്റെ മുമ്പിൽ? എപ്പോഴും പരാതികളല്ലേ കർത്താവിൻ്റെ മുമ്പിൽ? എനിക്ക് നിറമില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് സ്വന്തക്കാരായി ആരുമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് നീതിനിഷ്ഠമായ ജീവിതമില്ല. ഈ പരാതിയല്ലേ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്?
കർത്താവ് പറയുന്നു, മോനെ, നീ എപ്പോൾ നിലവിളിച്ചുവോ അപ്പോൾ കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ യേശുവിനെ കണ്ടുകൊണ്ട് രണ്ട് കരം ഉയർത്താം. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ ജീവിത പങ്കാളിയെ ഓർത്ത്, നിന്റെ മക്കളെ ഓർത്ത്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയെ ഓർത്ത് നീ കരയേണ്ട. ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കും. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയട്ടെ, 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 നിറയട്ടെ. യേശുവേ, 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 യേശുവേ. ദാഹിച്ച് പ്രാർത്ഥിക്കുക, പരിപൂർണനാക്കണമേ. മകളെ, നമുക്കൊക്കെ കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്, നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാം. എന്നാ വചനം എന്താ പറയുന്നത്? നിങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ്. പിന്നെ എന്തിനാ നീ പകരം വീട്ടാൻ നടക്കുന്നത്? പിന്നെ എന്തിനാ മറ്റുള്ളവരെ നശിപ്പിക്കാൻ നടക്കുന്നത്? മറ്റുള്ളവരെ വെല്ലുവിളിക്കാൻ നടക്കുന്നത്? മറ്റുള്ളവരെ ആദരിക്കാതെ നടക്കുന്നത്? മറ്റുള്ളവരെ ബഹുമാനിക്കാതെ നടക്കുന്നത്? മാതാപിതാക്കന്മാരോട് പോലും നിനക്ക് പുച്ഛമല്ലേ? നിന്റെ മൂത്ത ചേച്ചിയോട് നീ എങ്ങനെ പെരുമാറുന്നത്? നിന്റെ ആന്റിയോട് എങ്ങനെ പെരുമാറുന്നത്? നിന്റെ അയൽവക്കത്തുള്ള പ്രിയപ്പെട്ടവരോട് എങ്ങനെ പെരുമാറുന്നത്? നിന്റെ ക്ലേശങ്ങൾ മോനെ നിസാരമാണ്, ക്ഷണികമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ്. എന്റെ ചിന്തയിൽ മാറ്റം വരണം. രണ്ട് കരം ഉയർത്താം, രണ്ട് കരം ഉയർത്താം. സ്വർഗത്തിലേക്ക് കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. വായ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. അതരങ്ങൾ തുറന്ന് സ്തുതിക്കുമ്പോൾ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയും, തിന്മയുടെ കെട്ടുകൾ അഴിയും. നമ്മുടെ നാവിന്റെ കെട്ടഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയും. നമ്മുടെ നാവിന്റെ കെട്ടഴിയുമ്പോൾ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയും. വിളിക്കുക, യേശുവേ, 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 യേശുവേ. ഈശോ നമ്മെ നോക്കിക്കൊണ്ട് നിന്റെ ബലഹീനതയിൽ എന്നും കഴിയുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ ഏത് ബലഹീനതയായിക്കൊള്ളട്ടെ, നിന്റെ കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹങ്കാരം, എന്ത് ബലഹീനതകളാണെങ്കിലും കർത്താവ് പറയുന്നു, നോക്കിയേ, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അവിടുന്ന് അഭയം അരുളുന്ന ദുർഗമാണ്, ഒരു കോട്ടയാണ്. അതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നിന്റെ രോഗമാണെങ്കിലും, ക്യാൻസർ ആണെങ്കിലും, ഹൃദയ സംബന്ധമുള്ള രോഗമാണെങ്കിലും, തളർവാദ രോഗമാണെങ്കിലും, പ്രഷർ ആണെങ്കിലും, ഷുഗർ ആണെങ്കിലും, എന്ത് കുറവുകളാണെങ്കിലും, എന്ത് ദുശീലങ്ങളാണെങ്കിലും, എന്ത് തഴക്ക ദോഷങ്ങളാണെങ്കിലും, കർത്താവിന് നിന്നെ രക്ഷിക്കാൻ ഒറ്റ നിമിഷം മതി. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒറ്റ നിമിഷം മതി. നീ പാപത്തിന്റെ പടുകുഴിയിലാണെങ്കിലും നിന്നെ പൊക്കിയെടുക്കാൻ ഒറ്റ നിമിഷം മതി. നമുക്ക് കരങ്ങൾ ഉയർത്താം, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. കർത്താവിന്റെ സ്നേഹം നിന്നിലേക്ക് ഒഴുകുന്നത് നീ അനുഭവിക്കുക. യു ഫീൽ കർത്താവിന്റെ വലിയ അനുഭവം, കർത്താവിന്റെ വലിയ ശക്തി നിന്നിലേക്ക് ഒഴുകുന്നത് നീ അനുഭവിക്കുക. വിളിക്കുക, യേശു നാമം വിളിക്കുക. യേശുവേ, 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 യേശുവേ. ഈശോ ഇപ്പോൾ നമ്മോട് ചോദിക്കുന്നു, 40 സംവത്സരക്കാലം മരുഭൂമിയിൽ നടത്തിയിട്ട് നിന്റെ ചെരുപ്പ് തേഞ്ഞു പോയില്ലല്ലോ, നിന്റെ വസ്ത്രം മുഷിഞ്ഞു പോയില്ലല്ലോ. കർത്താവ് അത്രമാത്രം
കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്നിട്ട് നീ എന്തേ സത്യസന്ധത വെടിഞ്ഞു പോയത്? നിന്റെ ആത്മാർത്ഥതയിൽ കുറവ് വന്നത് എന്തുകൊണ്ടാണ്? ശരിയായ അറിവോടെ, ശരിയായ ബോധ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാത്തത് എന്താണ് കുഞ്ഞേ? കർത്താവ് നിനക്ക് എന്താണ് നിഷേധിച്ചത്? നിനക്ക് ജീവൻ തന്നില്ലേ? നിനക്ക് ജീവിതം തന്നില്ലേ? നല്ല ജീവിത പങ്കാളി തന്നില്ലേ? നല്ലൊരു ഭവനം നൽകിയില്ലേ? നല്ല സമ്പത്ത് നൽകിയില്ലേ? നല്ല സമ്പത്ത് നൽകിയില്ലേ? നല്ല സൗന്ദര്യം നൽകിയില്ലേ? നല്ല പഠിക്കാൻ ബുദ്ധിയുള്ള നല്ല മക്കളെ നൽകിയില്ലേ? നിനക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ നൽകിയില്ലേ? ഒന്നിനും കുറവ് വരുത്താതിരുന്നിട്ട് എന്തേ നീ കർത്താവിനെ വിളിക്കാത്തത്? എന്തേ നീ കർത്താവിനെ നോക്കാത്തത്? കർത്താവിനെ ആരാധിക്കുന്നത് എന്താണ്? കർത്താവിനോട് മഹത്വം കൊടുക്കാത്തത് എന്താണ്? കർത്താവിനെ സ്തുതിക്കാത്തത് എന്താണ്? രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. എല്ലാം ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. യേശുവേ, ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ, പരിപൂർണനാക്കണമേ, പരിപൂർണനാക്കണമേ. ഇരുകരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ ഭവനത്തിന്റെ ഓരോ മുറികളിലേക്കും, നിന്റെ സങ്കടങ്ങളിലേക്കും, നിന്റെ ആവശ്യങ്ങളിലേക്കും, നിന്റെ ബലഹീനതകളിലേക്കും, നിന്റെ കഷ്ടപ്പാടുകളിലേക്കും, നിന്റെ ബലഹീനതകളിലേക്കും, നിന്റെ പാപകരമായ അവസ്ഥയിലേക്കും ഈശോ കടന്നു വരികയാണ്. വിളിക്കുക, സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിച്ച മക്കളെ, യേശു നാമം വിളിക്കുക. അവന്റെ നാമത്തിൽ രക്ഷയുണ്ട്, അവന്റെ നാമത്തിൽ അഭിഷേകമുണ്ട്, അവന്റെ നാമത്തിൽ വിടുതലുണ്ട്, അവന്റെ നാമത്തിൽ രോഗസൗഖ്യമുണ്ട്. യേശുവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിന്റെ തിരുരക്തമേ, എൻ്റെ സിരകളിൽ ഒഴുകണമേ. യേശുവിന്റെ തിരുരക്തമേ, എൻ്റെ ധമനിയിൽ ഒഴുകണമേ. ശിരസ്സു മുതൽ പാദം വരെ ഒഴുകണമേ, എന്നിൽ നിറയണമേ, പരിപൂർണനാക്കണമേ, പരിപൂർണനാക്കണമേ.